കടിച്ചു കടിച്ച് എന്റെ ഷോൾഡർ മറ്റേ ചുവന്ന നോക്കി നോക്ക്. അപ്പയുടെ കൂടെ നല്ലതല്ലോ കേട്ടാ. ഇല്ല എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കുട്ടികളെ വളർത്തേണ്ടതിന് ഒരു രീതിയുണ്ട് കേട്ടോ. ഈ കുട്ടികൾ ആഗ്രഹിക്കുന്നത് പോലെ എല്ലാം വാങ്ങിക്കൊടുത്തും വാശി പിടിക്കുമ്പോൾ അത് നേടിക്കൊടുത്തും ഒക്കെ നമ്മൾ വളർത്തിക്കഴിഞ്ഞാൽ തല തിരിഞ്ഞു പോകുമെന്നതിൽ വേറെ മാറ്റമൊന്നും ഉണ്ടാവില്ല. എല്ലാവർക്കും നമസ്കാരം. വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട. എന്നെയൊക്കെ കുട്ടിക്കാലത്ത് എടുത്തിട്ട് അടിച്ചിട്ടുള്ളതിന് കൈയും കണക്കില്ല ആര്, എൻ്റെ അപ്പനും അമ്മയും. അതുകൊണ്ട് ഞാൻ ഇന്ന് ഇങ്ങനെയെങ്കിലും ഇരിക്കണം, അല്ലെങ്കിൽ ഇതിനു മുന്നേ നാട്ടുകാർ അടിയോട് ചത്താനോ കാര്യം പറയാം. ഓക്കെ, കാരണം കയ്യിലിരിപ്പൊന്നും അത്ര വെടുപ്പല്ലാത്തതുകൊണ്ട് തന്നെ നാട്ടുകാർ അടിയുണ്ട് ഇതിനു മുമ്പേ തീർന്നേനെ. പക്ഷെ എന്തോ വീട്ടുകാരൊക്കെ ഒരു പേടിയുള്ളത് കൊണ്ടും പഠിക്കുന്ന കാലത്ത് സ്കൂളിലായാലും കോളേജിലായാലും പഠിക്കുന്ന കാലത്ത് എന്തെങ്കിലും ഒരു കുരുത്തക്കട എന്തെങ്കിലും ഒരു ഉടായ്പോ കാട്ടിക്കൂട്ടാൻ വേണ്ടിയിട്ട് മനസ്സിങ്ങനെ വിതുമ്പി വരുന്ന സമയത്ത് വീട്ടിൽ കലിപ്പാകുമോ എന്നുള്ളൊരു തോട്ട് നമുക്ക് ഉള്ളിൽ വരുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ അങ്ങ് പിടിച്ചു പോയി. ഓക്കെ, ഇന്നിങ്ങനെയൊക്കെ നിൽക്കുന്നു. അല്ലെങ്കിൽ വീട്ടുകാരെ നമുക്കൊരു വിലയില്ല, അവരെ നമുക്ക് പേടിയില്ലെങ്കിൽ നമ്മൾ എന്ത് തോന്നിയാസോ എന്ത് തന്തയില്ലായ്മയും കാണിച്ചു കൂട്ടുമായിരുന്നു ഉള്ള കാര്യമാണ്. ഞാൻ ചുമ്മാ പറയുന്നതെന്നല്ല, ഇത് വാസ്തവമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ മക്കളെ വളർത്തുന്ന സമയത്ത് നല്ലതും ചീത്തയും പറഞ്ഞു കൊടുത്ത് നോ പറയേണ്ട സ്ഥാനത്ത് നോ പറഞ്ഞു കൊടുത്ത് വളർത്തണം. ചില പിള്ളേരുണ്ട് മൂത്തവരെ കയറി കൊച്ചു പിള്ളേർ മൂത്തവരെ കയറി എടാ പോടാ വാടാ പേരൊക്കെ പറഞ്ഞു വിളിക്കും. ഇങ്ങനെയൊക്കെ വിളിക്കാറുണ്ട്, ഇങ്ങനത്തെ രീതിയിലൊക്കെ പെരുമാറുണ്ട്. ആ സമയത്ത് മാതാപിതാക്കളൊക്കെ ചിരിച്ച് കാണിച്ചു കൊടുക്കുക, അയ്യോ എന്തോ കൊച്ചു നല്ല രസം, അയ്യോ അവനെ പേര് പറഞ്ഞ് വിളിക്കുന്നു നല്ല രസം എന്നുള്ള രീതിയിൽ മാതാപിതാക്കൾ ചിരിച്ചു വിട്ടുകൊടുക്കുക. ആ സമയത്ത് വിളിക്കൂടാ ഇനി പേര് പറഞ്ഞ് വിളിക്കൂടാ എന്ന് പറഞ്ഞ് രണ്ട് ദേഷ്യത്തിൽ പറഞ്ഞ് രണ്ട് അടി കൊടുക്കേണ്ട സാധനത്തിന് അടി കൊടുക്കണം. അടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ മടലെടുത്ത് അടിക്കണമെന്നല്ല, അടി കൊടുക്കണം, കുഞ്ഞടികളൊക്കെ കൊടുക്കണം പിള്ളേർക്ക്. അല്ലാണ്ട് പിള്ളേരെ മറ്റേ താഴെ വെച്ചാൽ പേനടിക്കും, മറ്റേ മുകളിൽ വെച്ചാൽ എലിയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വളർത്തേണ്ട അങ്ങനത്തെ ഇതൊന്നും കാണിക്കേണ്ട കാര്യമില്ല. മക്കളോട് സ്നേഹം വേണം എന്ന് വെച്ചിട്ട് മക്കളുടെ തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അത് നമ്മൾ ചൂണ്ടിക്കാണിച്ച് നീ അത് ചെയ്ത് ശരിയില്ല, ഇനി അങ്ങനെ ചെയ്യുമോ മേലാൽ എന്ന് പറഞ്ഞ് ശാസിക്കുക തന്നെ ചെയ്യണം. ഓക്കെ, ഇന്നത്തെ കാലത്ത് കുട്ടികളെ അടിക്കുന്ന മാതാപിതാക്കൾ വളരെ കുറവാണ്. ഇനി മറ്റാരെങ്കിലും കുട്ടികളടുത്ത് വഴക്ക് പറഞ്ഞാൽ കൂടി മാതാപിതാക്കൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ല. എന്തിനാ അപ്പൂപ്പൻ അമ്മൂമ്മയൊക്കെ വഴക്ക് പറഞ്ഞാലും ചിലപ്പോൾ മാതാപിതാക്കൾക്ക് ഇഷ്ടപ്പെടില്ല. ആ രീതിയിലാണ് കാലഘട്ടം മാറിയത്. കാലഘട്ടം ഒരുപാട് മാറി. ആ ഒരുപാട് മാറിയത് കാരണം തന്നെ ഇന്ന് പല തോന്നിവാസങ്ങളും പിള്ളേർ കാട്ടിക്കൂട്ടുന്ന ന്യൂജൻ പിള്ളേർ തല തിരിഞ്ഞ് വഴിതെറ്റി പോകുന്ന മാതാപിതാക്കൾ ശാസിക്കാണ്ട് മാതാപിതാക്കൾ നല്ലതും ചീത്തയും പറഞ്ഞു കൊടുത്ത് വളർത്താത്തതിൻ്റെ കൂടുതൽ കുറവ് കാരണമാണ്. എന്തിന് ഈ കൊച്ചു പിള്ളേർ ചിലപ്പോൾ പല വീടുകളിലും പോകുന്ന സമയത്ത് മാതാപിതാക്കളെ കൂടെ പല വീടുകളിലും പോകുന്ന സമയത്ത് അവിടെ എന്തെങ്കിലും സാധനങ്ങൾ എടുത്ത് എറിഞ്ഞു പൊട്ടിക്കും, അല്ലെങ്കിൽ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കും, അവിടെ ഉള്ളവരെ അടിക്കും. ഇതൊക്കെ ചെയ്യുമ്പോൾ എല്ലാവരും ചിരിച്ചു വിട്ടുകൊടുക്കും. ഏത് എന്ത് രസം എൻ്റെ കൊച്ചു ചെയ്യുന്നത് കാണാൻ, അയ്യോ പൊട്ടിച്ചോ പൊട്ടിക്കട്ടെ, അയ്യോ അടിച്ചോ അടിക്കട്ടെ. ഈ ഒരു സെറ്റപ്പിൽ ചിരിച്ചു കളിച്ച് വിട്ടുകൊടുക്കുന്നത് പിള്ളേർക്കൊരു വളം വെച്ച് കൊടുക്കുന്ന ഒരു പ്രോസസ്സാണ്. അങ്ങനെ വളം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നാളെ ഈ അടി റോട്ടിലുള്ളവന്മാരത്ത് അടിക്കും. അങ്ങനെ റോട്ടിലുള്ളവന്മാരത്ത് അടിക്കുമ്പോൾ അവന്മാർ തിരിച്ചടിക്കും. നമ്മൾ വീട്ടിൽ കാണിക്കുമ്പോൾ എല്ലാവരും ചിരിച്ച് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും. സ്കൂളിലും കോളേജിലും ഒക്കെ പോയിട്ട് ഈ മറ്റേ കാട്ട സ്വഭാവം അവിടെ കാണിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള പിള്ളേർ അയ്യോ എന്ന് പറഞ്ഞ് ചിരിച്ച് വിടൂല, അടിച്ച് നൂത്തെടുത്ത് വെളിയിലെറിയും. അത് വേറൊരു സത്യം. പിന്നെ അതുപോലെ തന്നെ കുറച്ചുകൂടിയൊക്കെ വളരുമ്പോൾ ആദ്യമേ ചെല്ലം കൊടുത്ത് തലയെ കയറ്റി വെച്ച് വളർത്തി കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ പിള്ളേർ വീട്ടുകാർ പറയുന്ന ഒന്നും കേൾക്കത്തില്ല. ഓക്കെ, അതുകൊണ്ടൊരു 5 വയസ്സ് വരെയെങ്കിലും പിള്ളേരൊക്കെ ശാസിച്ച് വളർത്തുക, നല്ലതും ചീത്തയും പറഞ്ഞു കൊടുത്ത് വളർത്തുക, മുതിർന്നവരെ ബഹുമാനിക്കാനായിട്ട് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്ത് വളർത്തുക. അല്ലാത്ത പക്ഷം 4 വാക്ക് തിരിഞ്ഞു പോകും മക്കളെ, ഉള്ള കാര്യം പറയാം. അപ്പൊ എന്തിനാണ് ഞാൻ ഇത്രയൊക്കെ ഘോര ഇരുന്ന് പ്രസംഗിച്ചെന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. ഇവൻ എന്ത് തേങ്ങ, ഇതൊക്കെ ഇപ്പം എന്തിനാ ഇവിടെ നമ്മളോട് പറയുന്നത് എന്നായിരിക്കും നിങ്ങൾ ചിന്തിച്ച. അപ്പൊ ഞാൻ വിഷയത്തിലോട്ട് നേരെ വരാം. തനി മലയാളിയെ അറിയാമല്ലോ, പിന്നെ മറ്റേ ഹൽക്കൻസ് അനീഷിനെയൊക്കെ അറിയാമല്ലോ, ഈ 2 ഫാമിലി വ്ളോഗേഴ്സിനെ അറിയാം. അപ്പൊ തനി മലയാളിയുടെ ഒരു വീഡിയോ ക്ലിപ്പ് ഞാനൊന്ന് ആദ്യം കൊടുക്കാം. അത് കണ്ടിട്ട് നമുക്ക് ഹൽക്കൻസ് അനീഷിലോട്ട് പോകാം. അപ്പൊ തനി മലയാളിയും കുടുംബമൊക്കെ ആയിട്ട് എന്തോ ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ എന്തോ ഒരു ഫംഗ്ഷൻ നിൽക്കുന്ന സമയത്ത് അവിടെ ആ കൊച്ചു കയറിയിട്ട് കടിക്കുന്ന സമയത്ത് അവിടെ ഒരു ശാസിക്കുന്ന ഒരു സംഭവം ഉണ്ട്. നമുക്ക് അത് ആദ്യം ഒന്ന് കാണാം. കടിച്ചു കടിച്ച് എന്റെ ഷോൾഡർ മറ്റേ ചുവന്ന നോക്കി നോക്ക്. ഞാൻ ഇപ്പൊ എക്സ്പ്രഷൻ കൊടുക്കാതിരിക്കുക, കൊടുത്താൽ കൂടുതൽ കടിക്കും. സന്തോഷം. ഓക്കെ, കടിച്ചെന്ന് പറഞ്ഞ് ബാക്കിയുള്ളവരവിടൊക്കെ ചിരിക്കുന്നുണ്ട്. ചിരിച്ച് സന്തോഷം, അയ്യോ കടിച്ചടിച്ച് എൻ്റെ കൊച്ച് കടിച്ചടിച്ച് ചോപ്പിച്ച് കളഞ്ഞു എന്നുള്ള സെറ്റപ്പിൽ നിൽക്കുമ്പോൾ അവിടെ ഒരു ആൻറ്റി മാത്രം, എനിക്ക് തോന്നുന്നു കൊച്ചിൻ്റെ അമ്മമ്മ ആരോ ആണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ആരോ ഹൂ ഓർ ഇറ്റ് ഈസ്, അവർ മാത്രം കടിക്കരുത് ഈ സാധനം പറയുകയാണ്.
അങ്ങനെ വേണം പിള്ളേരെ വളർത്താൻ. അല്ല പിള്ളേർ എന്ത് തോന്നിയാസം കാണിച്ചു കഴിഞ്ഞാൽ ചിരിച്ചോണ്ട് നിന്നിട്ട് സൂപ്പർ എന്ന് പറഞ്ഞല്ല ഇരിക്കേണ്ടത്. അതുപോലെ അതെടുത്ത് വീഡിയോയും ചെയ്തുകൊണ്ടല്ല ഇരിക്കേണ്ടത്. പിള്ളേർ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശാസിക്കണം. ശാസിച്ചില്ലെങ്കിൽ പുറത്ത് കുറച്ചുകൂടിയൊക്കെ വളർന്ന് ഇറങ്ങുമ്പോൾ വേറുള്ളവർ ശാസിക്കാൻ തുടങ്ങും. അത് രീതി വേറെ ആയിരിക്കും. ഈ വീട്ടിൽ കാണിക്കുന്ന തോന്നിവാസം നമ്മൾ ചൊട്ടയില ശീലം ചുടല വരെ എന്ന് പറയും. അതായത് നമ്മൾ ജനിക്കുമ്പോൾ എങ്ങനെയാണ് വളർന്ന് ശീലിക്കുന്ന ആ രീതിയിലായിരിക്കും നമ്മൾ മരിച്ച് മണ്ണടിയുന്ന സമയത്തും അത് വരെയും എന്ന് പറയാറുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ആദ്യം തന്നെ ഈ ഒരു കാര്യത്തിലൊക്കെ ക്വാളിറ്റിയോടെ വളർന്നില്ലെങ്കിൽ വെളിയിലിറങ്ങുമ്പോൾ നമ്മൾ ഇതേ വൃത്തിയായിട്ട് സ്വഭാവം കാണിക്കും. മറ്റുള്ളവരെ ഉപദ്രവിക്കുക, അടിക്കുക, കടിക്കുക, പിടിക്കുകയൊക്കെ ചെയ്യും. അവർ തിരിച്ചും അടിക്കുകയും കടിക്കുകയും പിടിക്കുകയും ചെയ്യും. പിന്നെ പ്രശ്നങ്ങളാണ്. സ്കൂളുകളിൽ പോയിട്ട് മറ്റുള്ള പിള്ളേരെ മെക്കിട്ട് കയറി കഴിഞ്ഞാൽ ഈ സ്വഭാവം മറ്റുള്ള പിള്ളേരെ മെക്കിട്ട് കയറി കഴിഞ്ഞാൽ അവരൊന്നീ തിരിച്ച് അടിച്ച് നൂത്തെടുത്തിടും. അല്ലെങ്കിൽ അവർ വീട്ടിൽ പറഞ്ഞാൽ അത് പ്രശ്നമായി, അവരുടെ ബാലൻസ് വന്ന് ടീച്ചേഴ്സ് ഇടപെട്ട് അടിയും വഴക്കുമായി അങ്ങനത്തെ പ്രശ്നങ്ങളും എത്താം. അതുകൊണ്ട് വീട്ടിൽ തന്നെ നല്ലതും ചീത്തയും പറഞ്ഞു കൊടുത്ത് ചെയ്യാൻ പാടില്ലാത്തതും ചെയ്യാൻ പാടുള്ളതും പറഞ്ഞു കൊടുത്ത് മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ പാടില്ലെന്നും മൂത്തവരെ പേരെടുത്ത് വിളിക്കരുതെന്നും ഒക്കെ പറഞ്ഞ് പഠിപ്പിക്കുക. ഈ ചില പിള്ളേരൊക്കെ മൂത്തവരെ പേരെടുത്ത് വിളിക്കുമ്പോൾ കേൾക്കാൻ നല്ല രസമുണ്ട്. അപ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് ഇനി ശരി കൊള്ളാം. അത് സ്റ്റോപ്പ് ചെയ്യിപ്പിക്കണം. അല്ലാണ്ട് വീണ്ടും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയല്ല ചെയ്യണം. അങ്ങനെ പ്രോത്സാഹിപ്പിച്ച് കഴിഞ്ഞാൽ വളരുമ്പോൾ വീണ്ടും മറ്റുള്ളവരെയും ചിലപ്പോൾ സ്വന്തം തന്തയെ വരെ വഴിയിലിട്ട് പേര് എടുത്ത് വിളിക്കും. ആ സിറ്റുവേഷനിലോട്ടൊക്കെ മാറും. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് പിള്ളേരെ നല്ലതും ചീത്തയും പറഞ്ഞു കൊടുത്ത് വളർത്തുന്നതിനൊപ്പം ഈ പറയുന്ന പോലെ തെറ്റെന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ശാസിക്കുക. അത് ഈ നേരത്തെ പറഞ്ഞാൽ മടലെടുത്തിട്ട് അടിച്ച് മറ്റേ ക്ലാഞ്ഞിലൊക്കെ എടുത്തിട്ട് അടിച്ച് നമ്മൾ പണ്ട് കൊണ്ടുപോലെയൊന്നും എടുത്തിട്ട് അടിക്കണ്ട. ചെറിയ രീതിയിൽ ശാസിക്കുക, വഴക്ക് പറയുക ഒക്കെ ചെയ്യുക. അത് ചെയ്തില്ലെങ്കിൽ പിന്നെ വഴി തെറ്റിപ്പോവും. പിന്നെ നമ്മൾ ഒരു 10 വയസ്സ് കഴിഞ്ഞിട്ടിട്ട് പിടിക്കാൻ നോക്കും ചിലപ്പോൾ. ഈ പിന്നെ പെട്ടെന്ന് ഇവൻ ഇത്ര നശിച്ചു പോയി, അല്ലെങ്കിൽ ഇവൾ ഇത്രയും നശിച്ചു പോയി, ഇങ്ങനെ ആരും ഉത്തരവാദിത്വമില്ലാതെ ആരെയും അനുസരിക്കാണ്ട് വളരുന്നോ എന്ന് പറഞ്ഞാൽ അപ്പോഴടിയും ബഹളവും തുടങ്ങും. കാര്യമില്ല. അതുകൊണ്ട് കുഞ്ഞുനാളിലെ നല്ലതും ചീത്തയും പറഞ്ഞു കൊടുത്ത് ചെയ്യേണ്ടതൊക്കെ ചെയ്തു വളർത്തുക. പിന്നെ നമ്മൾ കൊണ്ടിട്ട് ശാസിക്കാൻ എന്നിട്ട് ഒരു കാര്യമില്ല കേട്ടോ. ഉള്ള കാര്യം സീരിയസിൽ പറഞ്ഞു, എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞാണ്. ഇനി നമ്മുടെ ഹൽക്കൻ അനീഷിന്റെ ഒരു വീഡിയോ കാണാം. അതിൽ അനീഷിന്റെ അടുത്ത് ആ കുട്ടി പെരുമാറുന്ന രീതി നിങ്ങളൊന്ന് കണ്ടു നോക്ക്. എനിക്കറിയാം നീ ഓടിക്കാൻ പോണ തരില്ല കേട്ടാ. ഇല്ലേട്ടാ നിനക്ക് പപ്പയുടെ കൂടെ കിടന്നാലോ കേട്ടാ. ഇല്ല പിള്ളേർ സീനാണല്ലോ അനീഷേ. വേറൊന്നുമല്ല, ഇപ്പോൾ ആ പയ്യൻ അനീഷിന്റെ മകനാണെന്ന് തോന്നുന്നു. ഓക്കെ, അവനങ്ങ് ചവിട്ടി മെതിക്കുക. അവന്റെ അലവ് നോക്കി ചവിട്ടി കയറ്റി കൊടുക്കുകയാണ്. ബാക്കിയുള്ളവരെല്ലാവരും ചിരിക്കുന്നു, വീഡിയോ എടുക്കുന്നു. അങ്ങനെ ആരും ആ ഒരു കൊച്ചിൻ്റെ അടുത്ത് ദേഷ്യത്തൊന്നും സംസാരിക്കുന്നില്ല. ഓക്കെ, എല്ലാവരും ഒരു ചെല്ലാൻ കയറ്റി വെച്ച് എല്ലാവരും ചിരിച്ച് അതൊരു എൻജോയ്മെന്റ്, എന്തോ ഒരു പ്ലാറ്റ് ടൈം ആയിട്ട് എടുക്കുകയാണ്. സത്യം പറഞ്ഞാൽ അത് ചിരിച്ച് കളിച്ച് നിങ്ങൾ വിടും. നാളെ ഒരു കാലത്ത് ഈ കുട്ടി സ്കൂളിലോട്ടൊക്കെ പോകുമ്പോഴായിരിക്കും മറ്റുള്ള പിള്ളേരുടെ അടുത്ത് ഇതുപോലെ പെരുമാറും. ഓഫ് കോഴ്സ് ഇതിൻ്റെ അപ്പുറം പെരുമാറും. നമ്മളിപ്പോൾ പിടിച്ച് നിർത്തിയില്ലെങ്കിൽ നാളത് ആ കുട്ടിയുടെ ഭാവിയെ തന്നെ ബാധിക്കും. അതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. ഇത് പുറത്തിറങ്ങി ഈ സ്വഭാവം കാണിച്ചു കഴിഞ്ഞാൽ തിരിച്ച് ആടി നല്ലപോലെ കിട്ടും. ഓക്കെ, നിങ്ങളിപ്പോൾ ഇതെല്ലാം തമാശയായിട്ട് എടുത്ത് ശാസിക്കാണ്ട് ഒരൊറ്റ മനുഷ്യ അവിടെ നിന്ന് ചിരിക്കുന്നതല്ലാണ്ട് വിടാറാ എന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് ശാസിക്കുന്നത് ഞാൻ കണ്ടില്ല. എല്ലാവരും അതൊരു എന്തോ ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് എടുത്തിരിക്കുകയാണ്. കൊച്ചു പിള്ളേർ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതും അടിക്കുന്നതും ചവിട്ടുന്നതും ചീത്ത വിളിക്കുന്നതും പേര് പറഞ്ഞ് വിളിക്കുന്നതൊക്കെ ഒരു എന്റർടൈൻമെന്റ് ആയിട്ടാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ എടുക്കുന്നത്. അവർക്കെല്ലാം ഒരു തമാശയാണ്. കൊച്ചു പിള്ളേരുടെ ചെറിയ ചെറിയ തമാശകൾ എന്നുള്ള മൂഡിലാണ് എടുക്കുന്നത്. സത്യം പറയാമല്ലോ, കൊച്ചിന്റെ ഭാവിയെ നല്ല രീതിയിൽ ബാധിക്കും. ഓക്കെ, പറഞ്ഞില്ലെങ്കിൽ പിന്നെ ആരായിപ്പോവും. ഇനി ഇതിന്റെ താഴെ കുറെ കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. മാന്യമായ രീതിയിൽ ഈ തരം കാര്യങ്ങൾ പറഞ്ഞതിന് അനീഷാണെങ്കിൽ വളരെ എന്തോ അവൻ കയറിയെങ്കിൽ അവരെ അടിക്കാൻ കണക്കിന് നിൽക്കുന്നു. എന്നാൽ ആ കൊച്ചിത്രയും ഇത് കാണിക്കുമ്പോൾ ആ കൊച്ചിനെ ശാസിക്കാൻ ശ്രമിക്കുന്നില്ല. പകരം കമന്റ് ബോക്സിൽ ആൾക്കാർ ഇത് ചൂണ്ടിക്കാണിച്ചപ്പോൾ അവരെ കയറി അടിക്കാൻ കണക്കിനാണ് അവൻ അനീഷ് നിൽക്കുന്നത്. സീരിയസ്ലി എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. ഓക്കെ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സാണ് നമ്മുടെ അന്നം എന്ന് വേണമെങ്കിൽ പറയാം. ഇവർ സബ്സ്ക്രൈബേഴ്സ് ഇല്ല, നമ്മുടെ
വീഡിയോസ് അവർ കണ്ടില്ല, നമുക്ക് കാശും കിട്ടത്തില്ല, നമുക്കൊരു തേങ്ങ നടക്കത്തില്ല. അവർ നമ്മുടെ വീഡിയോസ് വന്നിരുന്ന് അവരുടെ സമയം കളഞ്ഞുകൊണ്ടിരുന്ന് കാണുന്നത് കൊണ്ടാണ് നമുക്ക് കാശ് കിട്ടുന്നത്. ആ ഒരു റെസ്പെക്റ്റ്, അവരെ കാല് കഴി വെള്ളം കുടിക്കണമെന്നൊന്നും ഞാൻ പറയത്തില്ല. ആ ഒരു റെസ്പെക്റ്റ്, അവർ ഒരു ചോദ്യം പറയുമ്പോഴോ അല്ലെങ്കിൽ ഒരു കാര്യം പറയുമ്പോഴോ നമ്മൾ അതിന് മാന്യമായിട്ട് റിപ്ലൈ കൊടുക്കാനുള്ള ഒരു മാന്യത കാണിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ അടുത്ത് എത്രയോ പേര് വന്നിട്ട് അതിൽ നീ ആ ചെയ്ത വീഡിയോ തെറ്റാണ്, അതെന്തുവാ നീ തേങ്ങ വിളിച്ച് പറഞ്ഞത്, തേങ്ങ എന്ന് പറയില്ല, നീ വിളിച്ച് പറഞ്ഞത് ശരിയല്ല, ശരിയായിപ്പോയില്ല എന്നൊക്കെ പറഞ്ഞു പേഴ്സണലി എനിക്ക് മെസ്സേജൊക്കെ വരാറുണ്ട്. ഞാൻ വളരെ മാന്യമായിട്ട്, ഞാൻ ഈ കാണുന്ന പോലെ ഈ വീഡിയോയിൽ വലിച്ചു കീറുന്ന പോലെ ഒന്നും ഞാൻ സംസാരിക്കത്തില്ല. കാരണം എൻ്റെ സബ്സ്ക്രൈബേഴ്സാണ്, അവർ വന്ന് കണ്ട് എൻ്റെ വീഡിയോയിൽ എൻ്റെ തെറ്റു കുറ്റങ്ങൾ അഭിപ്രായമായിട്ട് പറയുമ്പോൾ ഞാൻ വളരെ മാന്യമായിട്ട് പൊളൈറ്റായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഓക്കെ, എന്നെ തെറി വിളിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ തിരിച്ച് പച്ചത്തെറി തായും പോവും ആ ഇക്ര ഇമ്രയൊക്കെ ഇട്ട് വിളിക്കും. ഓക്കെ, അല്ലാത്ത പക്ഷം മാന്യമായിട്ട് സബ്സ്ക്രൈബേഴ്സ് വന്നൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്ത് അത് ഞാൻ സംസാരിച്ചാലും അല്ലെങ്കിൽ പറഞ്ഞാൽ തെറ്റുണ്ടോ എന്ന് കേട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ആ നിലയ്ക്കാണ് ഞാനിത് സംസാരിച്ചത്. ഓക്കെ, എന്തായാലും ഇതിന് താഴെ വന്നിട്ടുള്ള കുറച്ച് കമൻറ്റ്സ് ഞാനൊന്ന് വായിക്കാം. ഞാൻ ആദ്യമായിട്ടാണ് ഇവരുടെ വീഡിയോ കാണുന്നത്. ഒരു കാര്യം പറയട്ടെ, ഇവരൊക്കെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ കാണുന്ന ആളുകളെ വേണം പറയാൻ. അവരുടെ ചെറിയ തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോൾ എല്ലാത്തിനും വളരെ പുച്ഛഭാവത്തോടെ നെഗറ്റീവായി ഇവർ മറുപടി നൽകുന്നത് ഇവിടെ ഇടുന്ന ഒരു കമന്റ് ഉപദേശം എന്നോളം എടുത്തുകൂടെ? ആരും ഇത്ര മോശമായിട്ടൊന്നും കമന്റ് ചെയ്ത് കണ്ടില്ല. സബ്സ്ക്രൈബറിനോട് വളരെ പുച്ഛമാണ് ഇവർക്ക്. അതെ, ഇവരുടെ കമന്റ് ബോക്സിൽ മാന്യമായിട്ട് ആൾക്കാർ ഓരോന്ന് പറയുമ്പോൾ ആ സബ്സ്ക്രൈബേഴ്സിനോട് വളരെ പുച്ഛത്തോടാണ് ഇവർ സംസാരിക്കുന്നത്. ഈ ഒരു കമന്റിന് ഇവർ കൊടുത്ത റിപ്ലൈ ഒന്ന് കേട്ടു നോക്കാം. ഓക്കെ, അനീഷിന്റെ ഈ റിപ്ലൈ നിങ്ങൾ കേട്ടല്ലോ. അനീഷ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ കൊച്ചിനെ ആരോ പറഞ്ഞെന്ന്. ഒരിക്കലും കൊച്ചിനെ അല്ല പറയുന്നത്. കൊച്ചിനെ നേരെ വളർത്തിയില്ല എങ്കിൽ ആ കൊച്ച് നാളെ പുറത്തുനിന്ന് അടി വാങ്ങിച്ചു കൂട്ടുന്ന സിറ്റുവേഷനിലോട്ട് പോകും. അത് കൊച്ചിനെ കുറ്റമല്ല പറയുന്നത്, അത് നിങ്ങളെയാണ് പറയുന്നത്. നിങ്ങളുടെ പാരന്റിങ് ശരിയാകുന്നില്ല, അതാണ് പറഞ്ഞത്. അതാണ് നാട്ടുകാരടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ്, നിങ്ങളുടെ ഫോളോവേഴ്സ്, നിങ്ങളെ സ്ഥിരം വീഡിയോ കണ്ടുകൊണ്ട് നിങ്ങളെ വീട്ടിലത്തെ ഒരു അംഗത്തെ പോലെ കാണുന്ന ആൾക്കാരാണ് നിങ്ങളുടെ കമന്റ് ബോക്സിൽ ആ അഭിപ്രായം പറയുന്നത്. എടാ മക്കളെ, കുട്ടികളെ നേരെ വളർത്ത്, നല്ലതും ചീത്തയും പറഞ്ഞു കൊടുത്ത് വളർത്ത് എന്ന് മാന്യമായിട്ട് പറയുന്നവരടുത്ത് വളരെ മോശമായിട്ടുള്ള റിപ്ലൈ ഈ ഒരു കണക്കിനാണ് അനീഷ് കൊടുക്കുന്നത്. അനീഷിന്റെ വിചാരം ഇതെന്തോ അവന്റെ മോനെ ആരോ പറയുന്നതാണ്, അല്ലെങ്കിൽ ആൾക്കാർ അവന്റെ മോനെ കുറ്റപ്പെടുത്തുകയാണ്. ഈ ഉത്തുപ്പോലുള്ള കൊച്ചിനെ ആരെന്ത് പറയാൻ? ആ കൂടി കുറച്ചുണ്ട്. ആ കൊച്ചിനെ എന്ത് പറയാൻ? ആ കൊച്ചിനെ നിങ്ങളാണ് വളർത്തേണ്ടത്. ഓക്കെ, നിങ്ങളുടെ പാരന്റിങ് ആണ് അവിടെ ശരിയല്ലെന്നാണ് പറയുന്നത്. കാരണം കുട്ടികൾ ഇങ്ങനെ ഉപദ്രവിക്കുമ്പോഴും പേരെടുത്ത് വിളിക്കുമ്പോഴും അല്ലെങ്കിൽ ചവിട്ടി കൂട്ടുമ്പോഴും മറ്റുള്ളവരുടെ അടുത്ത് വളരെ ആംഗ്രി ആയിട്ട് ഇങ്ങനെ പെരുമാറുന്ന സമയത്ത് നമ്മൾ ചിരിച്ച് കളിച്ച് എൻജോയ് ചെയ്തല്ല വിട്ടു കൊടുക്കേണ്ട. അതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന് ഇപ്പം മനസ്സിലാവത്തില്ല, പിന്നെ മനസ്സിലാവും. ഇപ്പം പുറിയല്ലേ, അപ്പോഴും പുറിയും, ആ സെറ്റപ്പിലോട്ട് പോകും. ഓക്കെ, അതുകൊണ്ടാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഓരോരുത്തരും പറയുന്നത്. അത്യാവശ്യം പ്രായമുള്ള ആൾക്കാരൊക്കെയാണ് നിങ്ങളുടെ കമന്റ് ബോക്സിൽ വന്നിട്ട് ഈ അഭിപ്രായം പറയുന്നത്. അവര് പറയുന്ന ജെന്യൂൻ ആയിട്ടുള്ള കാര്യമായതുകൊണ്ടാണ്. ഇപ്പൊ അനീഷിന്റെ ലൈഫ് തന്നെ വേണമെങ്കിൽ അനീഷ് എടുത്തു നോക്ക്. അനീഷിനൊക്കെ കൊച്ചിൽ എത്രത്തോളം അടി കിട്ടിയിട്ടുണ്ടായിരിക്കും. അടി കിട്ടി ശാസനയും കൊണ്ടൊക്കെ ആയിരിക്കും വളർന്നുകൊണ്ടായിരിക്കും ഇങ്ങനെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇതിനു മുമ്പേ കിടന്നു തന്നെ നമ്മുടെയൊക്കെ സ്വഭാവങ്ങൾ വെച്ചിട്ട് ഇടി കൊണ്ട് റോട്ടിൽ കിടന്ന് തുപ്പി തൂറിയാണ് ഉള്ള കാര്യം പറയും. എൻ്റെയൊക്കെ സ്വഭാവം വെച്ചിട്ട് അത് തന്നെയാണ്. ഓക്കെ, നമ്മൾ എല്ലാ കാര്യത്തിലും ഒരു സ്റ്റെപ്പ് ബാക്ക് പിടിക്കുന്നത് വീട്ടുകാരെ പേടിയുള്ളതുകൊണ്ടാണ്. ഞാൻ അങ്ങനെയായിരുന്നു. സ്കൂളിൽ പഠിച്ചപ്പോഴും കോളേജിൽ പഠിച്ചപ്പോഴും ആവശ്യമില്ലാതെ പ്രശ്നങ്ങളുണ്ടായ അപ്പനൊക്കെ ഒന്ന് സീനായിട്ടുള്ള ചരിത്രമുണ്ട്, എടുത്തിട്ട് അടിച്ച് ചരിത്രമൊക്കെ ഉണ്ട്. ഓക്കെ, അത് ഒരു സ്റ്റെപ്പ് നമുക്ക് ഒന്ന് മുന്നോട്ട് വയ്ക്കാൻ ഒരു പേടി ഉള്ളിൽ വരുന്നത് നമ്മുടെ അപ്പൻ അമ്മ ഇവരെയൊക്കെ പേടിയുള്ളത് കൊണ്ടായിരിക്കും. അല്ലെങ്കിൽ നമ്മളൊക്കെ ഇതിനേക്കാളും പട്ടിസ്വാങ്ങ് കാണിച്ചു തന്നെ. അപ്പം നിങ്ങൾ ഇന്നിങ്ങനെ ഈ മക്കളെ വളർത്തുമ്പോൾ അവർക്ക് പേടിയില്ലാതാവും നിങ്ങൾ. അപ്പം നാളെ അവരെ ആരോട് എന്തും ചെയ്യാൻ ഒരു മടിയില്ലാത്ത രീതിയിലോട്ട് മാറും. അത് വരാതിരിക്കാനാണ് പറയുന്നത്. ഇനി വേറൊരു കമന്റ് വായിക്കാം. നല്ല രീതിയിൽ ആളുകൾ പറയുന്നത് മനസ്സിലാക്കൂ. എല്ലാത്തിനും തർക്കുത്തരം പറയുന്നത് നല്ലതല്ല. അത് എന്താവോ സമയം ഉച്ച കഴിഞ്ഞ് 2:30. ഓക്കെ, നല്ല രീതിയിൽ പറയുന്നത് അക്സെപ്റ്റ് ചെയ്യും. അല്ലാതെ മക്കളെ ഒരുമാതിരി പറഞ്ഞ അവരെ എടുത്ത് പൂജിക്കാൻ പറ്റുന്നില്ല. അത് ആർക്കായാലും. ഇവിടെ നിന്റെ മക്കൾ ആരും ഒന്നും പറഞ്ഞിട്ടില്ല അനീഷ, ഉള്ള കാര്യം പറയാം. ഓക്കെ, നീ ഇങ്ങനെ നിന്നെ ഇപ്പം അടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഉപദ്രവിക്കുന്ന സമയത്ത് അതൊരു കോമഡി ആയിട്ട് എടുക്കാണ്ട് മക്കളെ ശാസിക്കുക. മറിയില്ല, മേലെ ആവർത്തിക്കരുത് എന്നുള്ള രീതിയിൽ ശാസിക്കണം. അല്ലെങ്കിൽ ഞാൻ ചുമ്മാ പറയുന്നല്ലേ, ഉള്ള കാര്യമാണ് പറയുന്നത്. പിന്നെ ഇപ്പം മനസ്സിലാവില്ല അനീഷ, ഞാൻ ഉള്ള കാര്യമാണ് പറയുന്നത്. ഇപ്പം മനസ്സിലാവത്തില്ല, പിന്നെ മനസ്സിലാവും. നീ നിന്റെ ലൈഫായിട്ട് ഒന്ന് കണക്ട് ചെയ്ത് നോക്ക്. നിന്നെ കൊച്ചിലെ ഇതുപോലെ തന്നെയായിരുന്നു വളർത്തിയെന്നൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ മനസ്സിലാവും. മക്കൾ കാണിക്കുന്നതാണ് ആളുകൾ വിമർശിക്കുന്നത്. അത് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയില്ല എങ്കിൽ കമന്റ് ബോക്സ് ഓഫ് ചെയ്യുക.
അതെ, ഇനി ഇതൊന്നും കേൾക്കാൻ വയ്യ, എൻ്റെ മക്കളെയാണ് കുറ്റം പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ടൊരു തോന്നൽ തോന്നുകയാണെങ്കിൽ ഓഫ് കോഴ്സ് കമന്റ് ബോക്സ് ഓഫ് ചെയ്ത് പ്രശ്നം തീരുന്നു. ഓക്കെ, കമന്റ് ബോക്സ് ഓഫ് ചെയ്ത്. വിമർശനങ്ങൾ വരും, നമ്മൾ ഓരോ വീഡിയോസ് ഇടുന്ന സമയത്ത് വിമർശനങ്ങൾ വരും. അത് ഫേസ് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ മാത്രം ഓൺ ചെയ്ത് വെക്കുക കമന്റ് ബോക്സ്, അല്ലെങ്കിൽ ഓഫ് ചെയ്തിട്ട്. ഇനിയിപ്പോൾ അല്ലാതെ ഇപ്പോൾ അനീഷിൻ്റെ വീട്ടിലുള്ള മക്കളെ നന്നാക്കിയിട്ട് നമുക്കാർക്കും ഒന്നും കിട്ടാനില്ല. പിന്നെ ആൾക്കാർ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് പറയും, എടാ മോനെ ഇങ്ങനെ അല്ല, അത് ശാസിക്കണം, മക്കൾ ശരിയാവില്ല എന്നൊക്കെ പറയാം. അത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് പറയുന്നത്. അപ്പോൾ അത് കേൾക്കാൻ വയ്യ, അത് എൻ്റെ മോനെ പറഞ്ഞ് എന്നുള്ളൊരു രീതിയിലാണ്, മൈൻഡ് സെറ്റിലാണ് കാണുന്നതെങ്കിൽ ഓക്കെ, ഓഫ് കോഴ്സ് നിങ്ങളത് കേൾക്കണ്ട. നിങ്ങൾ എങ്ങനെ വേണം നിങ്ങളുടെ മക്കളെ വളർത്തിക്കോ. കമന്റ് ബോക്സും കൂടി ഓഫ് ചെയ്തത്, അപ്പോൾ നാട്ടുകാരുടെ അഭിപ്രായം പറയില്ല. കാണുന്ന വീഡിയോ കാര്യം പബ്ലിക് അല്ലേ, ആളുകൾ അവരുടെ അഭിപ്രായം പറയും, അത് സ്വാഭാവികമാണ്, സത്യം, അത്രേ ഉള്ളൂ. ആളുകൾ മക്കളെ പറഞ്ഞ് തന്തയ്ക്ക് വിളിയും, കേൾക്കേണ്ടി വരും, പിന്നെ അഭിപ്രായം തിരിച്ചു പറയും, കേൾക്കാൻ സൗകര്യമില്ലെങ്കിൽ കാണാതെ ഇരി. ഇത് ഒരു തർക്കുത്തരം നമുക്ക് നമ്മളെല്ലാം നേടിക്കഴിഞ്ഞെന്നുള്ള ഒരു അഹങ്കാര വർത്തമാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തു പറയുന്നത്, ഈ ആൾക്കാർ പറയുന്ന ആൾക്കാരില്ല, അവർ നിങ്ങളുടെ വീഡിയോസ് കാണുന്നതുകൊണ്ടാണ് അനീഷ കാശ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ കാശിന് വേണ്ടി സ്വന്തം മോനെ ആരെങ്കിലും പറഞ്ഞാൽ കേട്ടോണ്ടിരിക്കണം എന്നല്ല പറയുന്നത്. നിന്റെ മകനാരെങ്കിലും ചീത്ത വിളിച്ച് കഴിഞ്ഞാൽ അവൻ്റെ തന്തയ്ക്കും മുത്തയ്ക്കും വിളിക്കണം. പക്ഷേ കാണുന്ന തെറ്റ് ചൂണ്ടിക്കാണിച്ച് തന്നു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാനുള്ള ബോധം അനീഷ നീ കാണിക്കണം. ഓക്കെ, അല്ലാണ്ട് അവരെ തിരിച്ചു കയറി വെടിവെക്കുക അല്ലെങ്കിൽ തിരിച്ചു കയറി അങ്ങോട്ട് തർക്കിക്കുക അല്ല ചെയ്യേണ്ടത്. മനസ്സിലാക്കി, യൂസ് കോമൺ സെൻസ്. ഓക്കെ, ബെസ്റ്റ്. ആളുകൾ അഭിപ്രായം പറയുന്നത് എന്തുകൊണ്ട് നിങ്ങൾ പബ്ലിക്കായിട്ട് വീഡിയോ ഇടുന്നത് കൊണ്ട് അത് വിമർശിക്കുമ്പോൾ അവരുടെ അങ്ങനെ പോകുന്നു. അപ്പൻ്റെ മുഖത്ത് ചവിട്ടിയപ്പോൾ ഒരു കുഞ്ഞ് അടി കൊടുക്കാമായിരുന്നു, ഇല്ലെങ്കിൽ ഇനിയും പിള്ളേർ അത് ആവർത്തിക്കും ചേച്ചി. സത്യം, കറക്റ്റായിട്ടുള്ളൊരു കാര്യമില്ല. ഒരു അപ്പൻ്റെ മുഖത്താണ് ചവിട്ടുന്ന ആ കൊച്ച്, അപ്പോഴും ചിരിച്ച് കളിച്ച് എൻജോയ്മെൻ്റ് ആയിട്ടിരുന്നു. ചെറിയൊരു അടി കൊടുക്കായിരുന്നു, ഇനി ചെയ്യോടാന്ന് അടി പാണ്ടറകളെന്ന് പറയണം, അല്ലെങ്കിൽ മക്കൾക്ക് പേടി കാണത്തില്ല. അങ്ങോട്ട് പോക ഇപ്പം പുറിയില്ല അപ്പം പുറിയും. അതൊക്കെ ഈ പ്രായത്തിലല്ലേ ഉണ്ടാവുള്ളൂ. 3 വയസ്സല്ലേ ഉള്ളൂ അതിന്. 3 വയസ്സല്ലേ ഉള്ളൂ, അതൊക്കെ ഈ പ്രായത്തിലല്ലേ ഉണ്ടാവുന്നു. ഇല്ല അനീഷേ, അതിൻ്റെ തോന്നലാണ്. നമ്മളിപ്പോൾ ശാസിച്ചില്ലെങ്കിൽ പിന്നെ ഒരു 5 വയസ്സ് കഴിഞ്ഞിട്ട് ശാസിക്കാനായിട്ട് ഇറങ്ങി തിരിച്ച് കഴിഞ്ഞാൽ മക്കൾ പിടിച്ചാൽ കിട്ടത്തില്ല. അന്ന് ചിലപ്പോൾ മക്കൾക്ക് മാനസികമായിട്ട് പ്രശ്നമുണ്ടാവും. എന്നെ ഇത്രയും കാലം ഒന്നും ചെയ്യാതെ എൻ്റെ അപ്പനും അമ്മ എന്നെ ഇപ്പം അടിക്കുന്നു, വഴക്കുറയുന്നു, മാനസികമായിട്ട് എന്തെങ്കിലും പിരിമുറുക്കുണ്ടോ, എന്തെങ്കിലും കടുങ്കൈ ചെയ്താലോ, അങ്ങനെയൊക്കെ ചെയ്യും അനീഷ. അത് ഇന്നത്തെ പിള്ളേർ, പ്രത്യേകിച്ച് ഇന്നത്തെ പിള്ളേരെ ഹാൻഡിൽ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ചെല്ലവും കൊടുത്ത് ലാളിച്ചെടുത്ത് തലയെ കയറ്റി വെച്ച് വളർത്തിക്കഴിഞ്ഞാൽ നാളെ ആ പിള്ളേരുടെ ഭാവിയെ തന്നെ ബാധിക്കും. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഈ പ്രായത്തിൽ 1 തൊട്ട് 5-6 വയസ്സ് വരെയൊക്കെ മക്കളെ ശാസിച്ച് വളർത്തണം, അല്ലെങ്കിൽ മക്കൾ വഴിതെറ്റിപ്പോവും. ഓക്കെ, ആരോട് പറയാൻ, ആര് കേൾക്കാൻ? ഈ പ്രായത്തിലാണ് തിരുത്തേണ്ടത്. വലുതായാൽ ബുദ്ധിമുട്ടാകും. സത്യം, ഇപ്പം തിരുത്തിയില്ലെങ്കിൽ വലുതാകുമ്പോൾ ബുദ്ധിമുട്ടാകും അനീഷ. അതിപ്പോൾ അനീഷിന് മനസ്സിലാവത്തില്ല. അനീഷ് എന്തോ വലിയ സംഭവമായിട്ട് ഇപ്പം അങ്ങ് നിൽക്കുകയാണ്. കുറേ കഴിയുമ്പോൾ മനസ്സിലാവും. പാരൻറ്റിങ് കുറച്ചൊക്കെ പഠിച്ച് ചെയ്യേണ്ടതാണ്. പിള്ളേർ എങ്ങനെയെങ്കിലും വളർന്നു എന്ന് വിചാരിക്കരുത്. അച്ഛൻ അബ്രോഡ് ആണെങ്കിലും അച്ഛൻ സ്നേഹമാണ്, റെസ്പെക്റ്റ് ചെയ്യാനും ഒരുപാട് മക്കളുണ്ട്. അച്ഛൻ അബ്രോഡ് ആണെങ്കിലും റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരുപാട് മക്കളുണ്ട്. എനിക്ക് തോന്നിയത് അച്ഛൻ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ മാത്രമുള്ള ആളായിട്ട് അവരുടെ മനസ്സിലുള്ളത്. ഗ്രാൻഡ് പാരൻസ് ആയിട്ടാണ് കുട്ടികൾ കൂടുതലും അറ്റാച്ച്മെൻറ്റ്. ഇതിൽ ഗുണവും ദോഷവുമുണ്ട്. നിങ്ങളില്ലെങ്കിലും ഗ്രാൻഡ് പാരൻസ് ഉണ്ടായാൽ മതി അവർക്ക്. തല്ലണം എന്നല്ല, ഗ്രാൻഡ് പാരൻസ് അവരുടെ സ്ഥാനത്ത്, പാരൻസ് അവരുടെ സ്ഥാനത്തുമായിരിക്കണം. അതൊക്കെ ഉള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ മക്കൾ കുറ്റം ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ അപ്പനും അമ്മയും നമ്മൾ അടിച്ചല്ലേ വളർത്തിയത്. അടിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇല്ലല്ലോ. ഓക്കെ, നമ്മളിന്ന് ജീവിച്ചിരിക്കുന്നില്ലേ? അപ്പം നമ്മൾ നന്നാവാൻ വേണ്ടിയിട്ടല്ലേ പാരൻസ് നമ്മളെ തല്ലുന്നത്. ഓക്കെ, അപ്പോൾ ആ അടിയൊക്കെ ഞാനൊക്കെ എന്തിന് അടി വാങ്ങിച്ചു കുട്ടീനും കൈ കണക്കില്ലടെ. അല്ലെങ്കിൽ ഞാൻ ഇന്ന് വല്ല അന്തേരിയിൽ പോയിട്ട് രാജുബായി മാറി തന്നെ. സത്യം, ചുമ്മാ എന്നെ പുകഴ്ത്തി പറഞ്ഞല്ല, ഞാൻ പറഞ്ഞതാ. നമുക്ക് പാരൻസിനെയൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നുകൊണ്ട് നമ്മളിങ്ങനെയൊക്കെ എങ്കിലും ഇരിക്കുന്നു. ഓക്കെ, ഇന്നത്തെ കാലത്ത് പിള്ളേർക്ക് പാരൻസിനെ പേടിയില്ല. ലഹരിക്ക് അടിമയായും അവർ തോന്നിവാസങ്ങൾ കാണിച്ചും ഒക്കെയാണ് നടക്കുന്നത്. പാരൻസിന് പേടിയില്ല, കാരണം പാരൻസ് വളർത്തിയ രീതികളെല്ലാം വെരി വെരി ഫ്ലോപ്പാണ്. അതുകൊണ്ടാണ് മക്കൾ വഴി പഴിച്ച് തല തിരിഞ്ഞു പോകുന്നത്. പാരൻസിന് പേടിയില്ലാത്തൊരു തലമുറ. ഓക്കെ, അതിപ്പോൾ അനീഷിന് മനസ്സിലാവില്ല. ഇപ്പം അനീഷിന് ഇതെല്ലാം ഒരു കോമഡി ആയിരിക്കും. മക്കളെ പറഞ്ഞാൽ തന്തയ്ക്ക് വിളിക്കും. പിള്ളേരെ പറയാൻ ഒരുത്തനും ഒരുത്തിക്കും അവകാശം കൊടുത്തിട്ടില്ല. എല്ലാവരും നല്ലത് ആണെന്ന് പറയണ്ട. ഇങ്ങോട്ട് പറയുന്ന അതേ ടോണിൽ തന്നെ അങ്ങോട്ടും പറയാൻ പറ്റുള്ളൂ സുഹൃത്തെ എന്ന് പറഞ്ഞുകൊണ്ട് അനീഷ് പറയുന്നുണ്ട്. ഇനി ഒന്നുകൂടി വായിക്കാം. ജസ്റ്റ് ഒരു കാര്യമോ, കുഞ്ഞിനെ പറഞ്ഞു ഏത് നായിൻ്റെ മോനായാലും തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കും. ഓക്കെ, ഇവിടെ കുഞ്ഞിനെ അനീഷ് എന്താ ഇത് പറയുന്നത്? എനിക്കിപ്പോഴും മനസ്സിലായില്ല. കുഞ്ഞ് എന്ത് മോശമായിട്ട് പറഞ്ഞെന്നാണ് പറയുന്നത്? മക്കൾക്ക് അടി കൊടുത്ത് വളർത്തണം എന്ന് പറയുന്നതാണോ?
അടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്തിട്ട് അറിഞ്ഞപ്പുറത്ത് അടിക്കണമെന്നല്ല. മനസ്സിലായി, ഞാനത് റിപ്പീറ്റ്ലി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അനീഷ് വീണ്ടും അനീഷിന്റെ മകനെ പറഞ്ഞു എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. മെറ്റീരിയൽ പ്രോമിസ് ചെയ്ത് മക്കളെ സ്നേഹിപ്പിക്കരുത് കേട്ടോ. അവരുടെ കൂടെ കളിച്ചും സംസാരിച്ചും വളർത്തണം കേട്ടോ. നമ്മൾ നമ്മുടെ ചെറുപ്പത്തിൽ കിട്ടാത്തതെല്ലാം കുട്ടികൾക്ക് കൊടുക്കാൻ നോക്കും, പക്ഷെ അതിന്റെ ഫലം വിപരീതമായി വരും. പലതും കണ്ടത് കൊണ്ട് പറയുക, വേറൊന്നും കൊണ്ടല്ല. അതിന് താഴെ അനീഷ്, ഇതൊക്കെ ഈ പ്രായത്തിലല്ലേ, അല്ലാതെ പെണ്ണ് കെട്ടിയിട്ട് കൊടുക്കാൻ പറ്റുമോ? ഇപ്പൊ നമ്മുടെ പ്രായത്തിലൊക്കെ നമുക്ക് ചെറുപ്പത്തിൽ നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ള എല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ടോ? ഇല്ല, എനിക്ക് കിട്ടിയിട്ടൊന്നുമില്ല. ഓക്കെ, എന്ന് വെച്ചിട്ട് നമ്മളെ പാരൻസിന് വാങ്ങിത്തരാൻ കഴിവില്ലാഞ്ഞിട്ടാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയില്ല. ഈ പറഞ്ഞ പോലെ കളിപ്പാട്ടങ്ങൾ ഞാൻ ആഗ്രഹിച്ചതൊന്നും എല്ലാം എനിക്ക് ചെറുപ്രായത്തിലൊന്നും കിട്ടിയിട്ടില്ല. ഇപ്പം എനിക്ക് തന്നാൽ എനിക്ക് വേണ്ടതാണ്. ഓക്കെ, അത് നല്ലൊരു കാര്യം തന്നെയാണ്. നമുക്ക് ചെറുപ്രായത്തിൽ കിട്ടേണ്ട കാര്യങ്ങളൊക്കെ കിട്ടണം. അത് സൈക്കിളായാലും കളിപ്പാട്ടങ്ങളായാലും കാര്യങ്ങളായാലും. അതല്ല ഇവിടെ പറയുന്നത്. സ്വന്തം തന്തേരെ നെഞ്ചത്തേറിയുന്ന മോന്തയിൽ അടിക്കുമ്പോഴും ചവിട്ടുമ്പോഴും ബാക്കിയുള്ളവരെ പേര് പറഞ്ഞ് വിളിക്കുമ്പോഴും ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശാസിച്ചില്ലെങ്കിൽ അത് വലിയൊരു വിപത്ത് തന്നെ ഉണ്ടാകും. മക്കൾക്ക് ആഗ്രഹമുള്ളതൊക്കെ വാങ്ങിക്കൊടുക്കുക. ആഗ്രഹമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കളിപ്പാട്ടങ്ങളോ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുക. അതുപോലെ കരയാതിരിക്കാൻ വേണ്ടിയിട്ട് ചില മാതാപിതാക്കൾ മൊബൈൽ ഫോൺ എടുത്ത് മക്കൾക്ക് കൊടുക്കും. ആ ഒരു പ്രോസസ്സ് ചെയ്യരുത് ദയവ് ചെയ്തിട്ട്. പിന്നെ അതുപോലെ തന്നെ മക്കൾ വാശി പിടിച്ച ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് സാധിച്ചു കൊടുക്കരുത്. നാളെ അതേ വാശി അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറം വാശി വീണ്ടും വീണ്ടും കാണിച്ച് ആ സാധനം നേടാൻ നോക്കും. അതുകൊണ്ട് വാശി കാണിച്ച് എന്തെങ്കിലും നേടാൻ നോക്കിക്കഴിഞ്ഞാൽ നെവർ മൈൻഡ് വാങ്ങി കൊടുക്കരുത്. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കുന്നിടത്ത് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. നോ ടോയ്സ് അറ്റ് ഓൾ എന്ന് ഞാൻ മീൻ ചെയ്തില്ല. എനിവേസ് നത്തിങ് മോർ എന്ന് പറഞ്ഞിട്ട് അനീഷ് ഇപ്പോഴും അവൻ്റെ അടുത്ത് നാട്ടുകാരെന്താണ് ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാവാണ്ട് എന്തോ കിടന്ന് വരവുകയാണ്. എനിക്ക് ഇവൻ എന്താണിത് മനസ്സിലാവത്തെന്ന് എനിക്കിതുവരെ മനസ്സിലാവുന്നില്ല. ഞാനൊരു കാര്യമേ പറയുള്ളൂ, മക്കളെ നല്ലോണം വളർത്തിയില്ലെങ്കിൽ നാളെ ദുഃഖിക്കേണ്ടി വരും അനീഷെ. അതിപ്പോൾ നിന്റെ മക്കളോട് ആർക്കും ദേഷ്യം ഉണ്ടായിട്ടൊന്നുമല്ല പറയുന്നത്. ഇത് കാണുന്ന കുറച്ച് മുതിർന്ന ആൾക്കാർക്ക്, അനുഭവങ്ങളുള്ളവരും ആണ് ഇതൊക്കെ പറയുന്നത്. നിനക്ക് ചിലപ്പോൾ അനുഭവത്തിൻ്റെ കുറച്ച് ഇത് കുറവായിരിക്കും, അതുകൊണ്ടായിരിക്കും നീ ഇങ്ങനെ എടുത്ത് ചാടി സംസാരിക്കുന്നത്. കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്നെ വിമർശിക്കാം. തെറി വിളിക്കുന്നവർക്ക് വിളിക്കാം, ചിലപ്പോൾ ഞാൻ തിരിച്ചു വിളിച്ചിരിക്കും. ഓക്കെ, തെറി എന്ന് പറഞ്ഞാൽ എനിക്ക് വിളിക്കാനും അറിയാം, കിട്ടിയ കൊടുക്കാനും അറിയാം. ഓക്കെ, അപ്പോൾ ശരി, പുതിയൊരു വീഡിയോ ഇടണം. ബൈ.